അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് അധികം നൈറ്റിന്റെ കളക്ഷൻ കാണിക്കുന്നത് കേട്ടോ. സാധാ നൈറ്റിയിൽ വന്നിട്ടുള്ള തന്നെയാണ്. നെക്കിലൊക്കെ നല്ലൊരു ലേസൊക്കെ വെച്ചിട്ട് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് സിബ് ഇല്ലാത്ത മോഡലാണ് കേട്ടോ. സിബ് ഇല്ലാത്ത മോഡലും ഒരു നൈറ്റി ആയാലും ഒരു ഡ്രസ്സ് ആയാലും എടുക്കുമ്പോൾ എല്ലാവർക്കും പല ആഗ്രഹങ്ങളാണ്. ഇത് സിബ് ഇല്ലാത്ത മോഡൽ ചോദിച്ചിരുന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് നൈറ്റിയാണ് കേട്ടോ. അത് ലേസിൽ മാത്രം വർക്ക് വന്നിട്ടുള്ളത്. അതേപോലെ 3/4 കയ്യിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ അത് 56 സൈസാണ് കേട്ടോ. പിന്നെ അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ എന്തോ ഡാർക്ക് ബ്ലൂ ആണ്. നല്ലൊരു കളറാണ്. അതിൻ്റെ ഒപ്പം തന്നെ മഞ്ഞ ചുമപ്പ് ഒക്കെ കളർ പൂക്കളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. അപ്പം നമ്മൾ കണ്ടതിൻ്റെ സെയിം മോഡൽ തന്നെയാണ്, കളറിന് മാത്രം വ്യത്യാസം വരും. നല്ലൊരു റെഡാണ്. റെഡിൽ വന്നിട്ടുള്ള വർക്കാണ്. നല്ല രസമുണ്ട് കാണാൻ. ആ ഇതിന്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം പോയതാണ്. ഇപ്പൊ ഇതിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളറും കൂടി ഉണ്ട് ബാക്കിയുള്ളത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറിൽ തന്നെയാണ് കേട്ടോ എല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ബോംബെ നൈറ്റി ആണ്. ഇതിൽ പിന്നെ ഈ ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല പച്ചയാണ്. പച്ചയിൽ ഇങ്ങനെ മഞ്ഞ വർക്കൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അതിന്റെ മുൻവശത്ത് ഇതേപോലെ നല്ല ലേസ് ആണ് കൊടുത്തിട്ട്, വീതിക്കുള്ള ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെബൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കൈയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ 3/4 കൈ ഉണ്ടാവും. ഇത്ര കയ്യേ കിട്ടുള്ളൂ കേട്ടോ എല്ലാ നൈറ്റിക്കും. പിന്നെ അതിന്റെ ഇറക്കെന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ഒരു ഒറ്റ എണ്ണുള്ളൂ കേട്ടോ. ഇത് പിന്നെ സാധാ ഒരു നൈറ്റിയാണ്. ഇത് നമുക്ക് സിബ് ഉണ്ട്, എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ വേറെ കളേഴ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മെറൂണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ സെയിലായി പോയിട്ടുണ്ട്. ഇപ്പൊ ഇതാ ഡാർക്ക് ബ്ലൂവിൽ വന്നിട്ടുള്ളതാണ്. ഒരു വെറൈറ്റി മോഡലാണ്. പിന്നെ ഇതാ കൈയൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട്. അതുപോലെ നെക്ക് എന്ന് പറയുന്നത് റൗണ്ട് നെക്കാണ്. ഇതെല്ലാം കൂടി കൊടുന്നപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇത് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഏതാ അതിൽ കാണിച്ചത് കാണിക്കാത്തത് അറിയാൻ പറ്റണില്ല കേട്ടോ. അതാണ്. അപ്പൊ ഇതാ ഇത് കണ്ട ഒരു വെറൈറ്റി കളറുമാണ്, വെറൈറ്റി വർക്കാണ്, എംബ്രോയിഡറി വർക്ക് തന്നെയാണ്. പക്ഷെ ഇത് നമ്മള് വേറൊരു പീസ് എടുത്തുകൊണ്ട് വെച്ചതല്ല, അത് തുണിമ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കഴുത്താണ് കേട്ടോ. റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. അതേപോലെ സിബ് ഉണ്ട്. പിന്നെ കൈയൊക്കെ നമുക്ക് സാധാ പോലെ 3/4 കയ്യിൽ വന്നിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച കൈയാണ്, എടുത്ത് മാറ്റാനും എളുപ്പമാണ്. പിന്നെ 56 ഇതിന്റെ ഇറക്കെന്ന് പറയുന്നത്. ഇത് വേറൊരു മോഡൽ നൈറ്റി കേട്ടോ. ഇത് ക്ലോത്തിന് നല്ല വ്യത്യാസമുണ്ട്. നല്ലൊരു ക്ലോത്താണ്. പ്രിന്റൊക്കെ നമ്മൾ നൈറ്റിക്ക് ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റിക്കൊക്കെ പലതിനും പല റേറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾ 2 3 ഒക്കെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നല്ല കുറവാക്കി തരും കേട്ടോ. ബാക്ക് വശം, മുൻവശം. ഇതിപ്പോൾ ഞാൻ കാണിച്ചതിൻ്റെ ഒരു ഗ്രീനാണ് കേട്ടോ. ഈ ചെറിയ പുള്ളി അതേപോലെ ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു നൈറ്റിയാണ് കേട്ടോ. നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഫുള്ള് നല്ല അട്രാക്ഷൻ തോന്നുന്ന കളർ മാത്രം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പോൾ ലൈറ്റ് കളർ അമ്മമാർക്കൊക്കെ ഇങ്ങനത്തെ കളർ ഇഷ്ടപ്പെടാന്ന് എഴുതിയിട്ടാണ് ഇങ്ങനത്തെ കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഇത് കമ്പനി സാധനം ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല വീതി, അത്യാവശ്യം നല്ല വീതി ഉണ്ട്. അത് 56 സൈസിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ വീതി അത്യാവശ്യം ഉള്ളതാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഗ്രീൻ്റെ പോലെ തന്നെ ഒരു ലൈറ്റ് കളറാണ്, നല്ലൊരു കളറാണ്. നോക്കിയേ, വേറൊരു മോഡലും അതേപോലെ വേറൊരു ക്ലോത്തും എല്ലാത്തിനും തുണിക്കല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. ചില തുണികൾക്ക്. പക്ഷെ റേറ്റ് ഒക്കെ നമ്മുടെ അടുത്ത് സെയിം റേറ്റ് ആണ്. ഇപ്പൊ ഞാൻ കാണിച്ചതിന്റെ റേറ്റ് തന്നെയാണ് വരുന്നത്. ഇത് കാരണം ഈ പൂക്കളൊക്കെ അതെ കൊറിയർ ചാർജ് അടക്കാണ് പറയുന്നത് കേട്ടോ. നമുക്ക് പറ്റ മോശമായിട്ടുള്ള 300 താഴെ 200 താഴെയൊക്കെ നൈറ്റ് കിട്ടാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മൾ അത്തരം തുണികൾ കൊണ്ടുവരാതെ നിൽക്കുകയാണ്, നല്ലത് തരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഒരു ദിവസം 2 ദിവസം ഇട്ടിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂലല്ലോ നൈറ്റികളൊന്നും. നമുക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ദിവസമെങ്കിലും ഒന്ന് നിൽക്കണ്ടേ. ചിലപ്പോൾ നൈറ്റിക്ക് വില അത്ര ഉണ്ട് കൂടുതലുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചില കമന്റ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കുറവ് കിട്ടാഞ്ഞിട്ടല്ല കൊണ്ടുവരാന്, പക്ഷെ അങ്ങനത്തെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഇതന്നെ നല്ല റെഡില് വൈറ്റ് പൂക്കളൊക്കെ വന്നിട്ടുള്ള നൈറ്റിയാണ്. 3/4 കയ്യിൽ എംബ്രോയിഡറി വർക്ക് ഉണ്ട്. അതേപോലെ സിബ് ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ റെഡിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് റെഡ് ഇഷ്ടമാണ്. അതുപോലെ തന്നെ നല്ല കളർ തന്നെയാണ്. അതിൻ്റെ സെയിം വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നൈറ്റിയാണ്. ഇതിൻ്റെ റോസാണ്, നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. അതിൽ വൈറ്റ് പൂക്കളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയല്ലേ. വൈറ്റും ബ്ലാക്കിലും വൈറ്റും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്, സിബ് കൊടുത്തിട്ടുണ്ട്, 3/4 കൈ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ചില ആൾക്കാർക്കൊക്കെ വാങ്ങുമ്പോൾ പറയലുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ സ്ഥലമല്ല, അതുകൊണ്ട് എന്താ കാട്ട് എത്ര കൈ വേണ്ടെന്നൊക്കെ പറയലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ.
ആ സ്റ്റിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ടിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഉള്ളതിൻ്റെ ഇപ്പോൾ കാണിച്ചതിൻ്റെ ഒരു മെറൂണ് കളറിൽ വന്നിട്ടുള്ള മോഡലാണിത്. കണ്ടോ, കയ്യും എല്ലാം സെയിമാണ് കേട്ടോ. സിബുണ്ട്, എംബ്രോയിഡറി വർക്ക് ഉണ്ട്. അതിലൊരു ഒറ്റ പീസും കൂടി ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ റോസ് കണ്ടു, മെറൂണ് കണ്ടു, ചുമപ്പ് കണ്ടു. അതിൽ വന്നിട്ടുള്ളൊരു പീക്കോക്ക് കളറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല സ്റ്റാൻഡേർഡ് കളർ നോക്കി. നെക്കൊക്കെ എംബ്രോയിഡറി വർക്കും സിബും, കൈ അത്യാവശ്യം ലെങ്ത് ഉണ്ട്, ഇറക്കമുണ്ട്, വീതി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു നൈറ്റിയാണ്. ഈ നൈറ്റിക്ക് മറ്റേ നൈറ്റിനെക്കാളും ഒരു 50 രൂപ കൂടുതലുള്ളതാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്തായാലും വിലയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇത് വെച്ചാൽ ക്ലോത്തിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. പിന്നെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ പൂക്കൾ എന്ന് പറയുന്നത് ഒരു പ്രിന്റ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഉള്ള നൈറ്റിയൊക്കെ ഞാൻ കാണിച്ചതൊക്കെ തുണിയുമ്പോൾ ഉള്ള കളർ തന്നെയാണ്. തുണി കയറി പോകുമ്പോഴേ ആ പൂവുമായിട്ട് പോവുള്ളൂ. അതുപോലെ തന്നെ ഇതും തുണിയുമ്പോൾ തന്നെ ഉള്ള മോഡലാണ് കേട്ടോ. പൂവൊക്കെയാണ് കേട്ടോ, പുറത്തത്തെ എല്ലാം. അതേപോലെ എല്ലാ നെക്കും വരുന്നത് നമുക്ക് എംബ്രോയിഡറി വർക്കിലാണ് വരുന്നത്. കണ്ടോ, സാധാ കഴുത്തിൽ വർക്കൊന്നും ഇല്ലാത്തത് ആർക്കും ഇഷ്ടപ്പെടില്ല. എല്ലാവരും ചോദിക്കുന്നത് കഴുത്തിൻ്റെ വർക്കാണ്. കാരണം നമുക്ക് അതിലിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ കഴുത്താൻ നോക്കുക, അതിൽ വർക്ക് ഉണ്ടോ നോക്കും, നമുക്ക് അതാണ് ഇഷ്ടപ്പെടുക. അപ്പം അത് കണ്ടിട്ടുള്ള മോഡൽ നോക്കിയാട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കാണിച്ചതിൻ്റെ അതേ സെയിം വർക്കിൽ വന്നിട്ടുള്ളത് തന്നെയാണ്. വേറെ കളറാണ്, ഒരു പച്ച പീക്കൊക്കെ അങ്ങനത്തെ ഏകദേശം അങ്ങനത്തെ കളറിലാണ്. പിന്നെ നമ്മളെ നെക്കൊക്കെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. കയ്യും അത്യാവശ്യം വണ്ണുണ്ട്, ഇറക്കമുണ്ട്. നല്ല ഭംഗിയുള്ളൊരു നൈറ്റി. എല്ലാവരും എപ്പോഴും ഒരേപോലത്തെ കളറും ഒരേപോലത്തെ പുള്ളിയും നോക്കുക, ഒരു വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ടോ. പിന്നെ ഇതൊക്കെ 56 സൈസിലാണ് കാണിച്ചത്. ഇനിയിപ്പോൾ ഇതിൻ്റെ വലുത് 60 സൈസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഉടനെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. 56 സൈസ് ആണെങ്കിലും ഇത് മറ്റേ നൈറ്റിനെക്കാളും ഒക്കെ വീതി തോന്നിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ടാപ്പ് എടുത്ത് അളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇനി 60 വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷനൊക്കെ ആയിട്ട് നമ്മൾ നാളെ വരുന്നതാണ്. പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മളെ വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരികയാണ് വേണ്ടത്. അതിപ്പോഴും കുറേ ആൾക്കാർക്കൊന്നും അറിയണില്ല എങ്ങനെ ഓർഡർ ചെയ്യാമെന്ന്. ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടും കൂടിയാണ് ഇങ്ങോട്ടൊന്ന് എടുക്കട്ടെ എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. പ്രത്യേകം എടുത്ത് പറയുന്ന കാര്യം കേട്ടോ. അത് ഇവിടുന്ന് മാത്രമല്ല, കുറേ ദൂരത്തുനിന്ന് ആൻഡമാനിൽ വരെ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് ചോദ്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷമാണ്, ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളിങ്ങനെ വീഡിയോ കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് നമ്പറും കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരിക ചെയ്യുക. പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുക. അപ്പോൾ പോസ്റ്റ് ഓഫീസ് നിങ്ങൾ തരണം ഏതാണെന്ന് വെച്ചാൽ. പിന്നെ പിൻകോഡും അത് നിർബന്ധമാണ്. അത് പഴച്ചാൽ പിന്നെ അത് വേറെ എന്തെങ്കിലും പോയി പെൻഡിങ് ആവും. ഈ 3 ദിവസം 4, 5, 6 ദിവസമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. എങ്ങനെയാലും സാധനങ്ങളൊക്കെ കയ്യിൽ എത്തിപ്പെടും കേട്ടോ. അതിന് നഷ്ടം വരില്ല. പിന്നെ പൈസ തന്നിട്ട് നിങ്ങളെ പറ്റിക്കുകയൊന്നും ചെയ്യണില്ല. നമ്മൾ കുറച്ചായി ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് ബിസിനസ്. ഇതുവരെ ആരും ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടും അതൊന്നും ഉണ്ടാവില്ല. ആരും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ഫോൺ നമ്പർ 80 89 16 95 66.